ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് 2026 ഫെബ്രുവരി മന്തിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്നുള്ള ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സിമ്പിൾ ടു മീഡിയം ലെവൽ ടൈപ്പാണ്. അതായത് ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഇതിന് മുൻപായിട്ട് നടന്ന എക്സാമുകൾക്കൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതൽ ഫിഗേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി ടഫായിട്ടുള്ളതൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് എമംഗ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഇൻ ബിറ്റ്വീൻ 3 and 4 ഇൻ ദി നമ്പർ ലൈൻ? അതായത് നമ്പർ ലൈനിൽ 3ക്കും 4നും ഇടയിൽ വരുന്ന നമ്പർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പർ ലൈനിൽ 3നും 4നും ഇടയിൽ വരുന്ന നമ്പറാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ √5, ഓപ്ഷൻ ബി √6, ഓപ്ഷൻ സി 2√2, ഓപ്ഷൻ ഡി 2√3. ഓക്കെ, അപ്പോൾ ഇവിടെ √5, √6 ഇതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ കഴിയുമോ? √2ഉം √3 ഒക്കെ അറിയായിരിക്കും, പക്ഷേ ഇങ്ങനെ എല്ലാ വാല്യൂസൊന്നും കാണാതെ പഠിക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ എന്താണ് വഴി? 3ക്കും 4നും ഇടയിലുള്ള നമ്പർ ഇതിൽ ഏത് എന്നാണ് എങ്ങനെയാണ് കണ്ടെത്തുക? നോക്കാം കേട്ടോ, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്പർ ബിറ്റ്വീൻ 3 and 4 ഇഫ് ഇറ്റ് സ്ക്വയർ ലൈസ് ബിറ്റ്വീൻ 9 and 16. അതായത് 3ക്കും 4നും ഇടയിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതിൻ്റെയാ? 3യുടെയും 4ൻ്റെയും സ്ക്വയറായ 9നും 16നും ഇടയിലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അത് 3ക്കും 4നും ഇടയിലുള്ള നമ്പർ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സ്ക്വയർ അല്ലേ, ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയറായ 9നും 16നും ഇടയിൽ ഇതിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 9നും 16നും ഇടയിൽ വരുന്ന നമ്പർ ഏത് എന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ നോക്കൂ. ഓപ്ഷൻ എ √5 ആണ്. √5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 വരും അല്ലേ? അത് ഈ 9നും 16നും ഇടയിലാണോ? അല്ല. അപ്പോൾ അതെന്തല്ല? ആൻസർ അല്ല അല്ലേ? അതായത് റോങ് ഓപ്ഷനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ബി എടുക്കുന്നു. ഓപ്ഷൻ ബിയിൽ √6 ആണ്. √6ൻ്റെ സ്ക്വയർ എടുത്താൽ √6ൻ്റെ സ്ക്വയർ 6 കിട്ടും. ഈ 6ഉം 9നും 16നും ഇടയിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല ആൻസർ. നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയിൽ എന്താ? 2√2 ആണ് അല്ലേ? 2√2 സ്ക്വയർ എടുത്താൽ എന്ത് വരും? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ഉം √2ൻ്റെ സ്ക്വയർ 2ഉം ആണ്. അങ്ങനെ 4 × 2 8 എന്ന് കിട്ടും. ഈ 8ഉം 9നും 16നും ഇടയിലല്ല വരുന്നത്. അപ്പോൾ അതുമല്ല ആൻസർ. നെക്സ്റ്റ് ഏതാ? ഓപ്ഷൻ ഡി നോക്കൂ. 2√3 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. √3ൻ്റെ സ്ക്വയർ 3 ആണ്. അപ്പോൾ 4 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 കിട്ടും അല്ലേ? അപ്പോൾ 12 എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. 12 9നും 16നും ഇടയിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി വരും. ക്ലിയർ ആണല്ലോ? 2√3 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ 3ക്കും 4നും ഇടയിലുള്ള നമ്പർ ലൈനിൽ ഏതാണ് നമ്പർ വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം റൂട്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്കതിൻ്റെ എക്സാക്റ്റ് വാല്യൂ അറിയില്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് പകരമായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ എടുക്കുന്നു. അത് ഇവയുടെ സ്ക്വയറായ 9നും 16നും ഇടയിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? അപ്പോൾ ഈ പറയുന്നവയിൽ കറക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഓപ്ഷൻ എ ആണ് എടുക്കുന്നത്. ഓപ്ഷൻ എയിൽ 1/√2 + 1 = √2 - 1 എന്നാണ്. ഇങ്ങനെ ഡിനോമിനേറ്ററിൽ റൂട്ടിൻ്റെ ടേംസ് ഒക്കെ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഡിനോമിനേറ്ററിലുള്ള ഈ ടേമിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ √2 + 1ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ √2 - 1 ആണ്. അതായത് സെൻറ്ററിലുള്ള ചിഹ്നം ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, √2 - 1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ എഴുതിയിട്ട് ഇതിൻ്റെ കോൺജുഗേറ്റായ √2 - 1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്.
ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ ഇതിൽ വാല്യൂവിന് മാറ്റമൊന്നും ഇല്ലല്ലേ, കാരണം ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, അങ്ങനെ ന്യൂമറേറ്ററിൽ 1 × √2 - 1 ഉണ്ട്. ഡിനോമിനേറ്ററിലാണെങ്കിലോ √2 + 1 × √2 - 1. ഇതിപ്പോൾ a + b × a - b എന്ന ഫോർമാറ്റിലാണ്. a + b × a - b എന്ന് പറയുന്നത് a² - b² അല്ലേ. അതായത് ഇവിടെ എക്ക് പകരം √2 ആണ്. അപ്പോൾ √2² - 1 എന്ന് കിട്ടും. ദെൻ ഡിനോമിനേറ്ററിൽ നോക്കൂ, √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 തന്നെയാണ്. ന്യൂമറേറ്ററിലാണെങ്കിലോ √2 - 1. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് √2 - 1 എന്ന് ഫൈനലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് √2 - 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഓപ്ഷൻ എ എന്താണ്, കറക്റ്റ് ആണ്. ഇനി അതുപോലെ ബി നോക്കാം. ഓപ്ഷൻ ബി എടുത്തോളൂ. ഇതിങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് രണ്ടും എന്താ സെയിം തന്നെയല്ലേ. ഇവിടെ 1/√2 + 1, ഇവിടെ ആണെങ്കിലോ 1/1 + √2. ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കേണ്ട ഇവിടെ കിട്ടേണ്ടത് √2 - 1 അല്ലേ വരേണ്ടത്. 1 - √2 ആണോ? അല്ല അല്ലേ. √2 - 1ൻ്റെ നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് √2 - 1 ആണ് കിട്ടിയിരിക്കുന്നത്. അതൊരിക്കലും എന്തിനോട് ഈക്വൽ അല്ല, 1 - √2നോട് ഈക്വൽ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഓപ്ഷൻ സി നോക്കൂ. ഓപ്ഷൻ സിയിൽ √2 2/3 = 2 × √2/3 ഇങ്ങനെയല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ ഈ ടേം അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് വരുന്ന 2/3 അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്യാം. 2/3 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, 2 × 2/3 ആണോ? അല്ല അല്ലേ, 2 + 2/3 ആണ്. ഓക്കെ, 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 + 2/3 ആണ്. ഓക്കെ, 2 + 2/3. ഇതെങ്ങനെ സോൾവ് ചെയ്യുക, 3 × 2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 3 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. 6 + ഈ 2 ആഡ് ചെയ്യണം. 6 + 2 8 വരും. 8/3 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഇവിടെ നമുക്ക് 8/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ, ഈ 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതിക്കൂടെ. 8ന് പകരം 4 × 2 എന്ന് ന്യൂമറേറ്ററിൽ എഴുതി. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2നെ പുറത്തോട്ട് എടുക്കാം. ഇനി റൂട്ടിനകത്ത് എന്തുണ്ട്, 2 ഉണ്ട്. താഴെയാണെങ്കിൽ 3 ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 √2/3 എന്ന് കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ റൈറ്റ് സൈഡിൽ ഇതേ സെയിം ടേം തന്നെയല്ലേ, 2 √2/3 എന്ന് തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ അതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സംശയമൊന്നും ഇല്ലല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്ഷൻ ഡി കൂടി ചെക്ക് ചെയ്യുകയാണ്. ഓപ്ഷൻ ഡിയിൽ √3 + √12 = 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് റൂട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? √3 + √12 √15 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. പ്ലസും മൈനസും ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് √36 എന്നൊക്കെ എഴുതിയിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യാം. പക്ഷേ അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് റൂട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 12 ഉണ്ടല്ലോ, √12, അതിൽ ഈ 12നെ 4 × 3 എന്ന് എഴുതുകയാണ്. ഓക്കെ, √12നെ നമുക്ക് എങ്ങനെ എഴുതാം, √4 × 3 എന്ന് എഴുതാം. 4 റൂട്ടിനകത്തുണ്ട്, അത് പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും, 2 എന്ന് വരും. അതായത് √4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. പിന്നെ ബാക്കി എന്തുണ്ട്, √3 ഉണ്ട് അല്ലേ. അപ്പോൾ 2 √3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ √12നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 √3 എന്ന് എഴുതാം. √12നെ 2 √3 എന്ന് എഴുതാം. ഇപ്പോൾ 1 √3 ഉണ്ട് അല്ലേ. √3 മീൻസ് എന്താണ്, 1 √3 ഉണ്ട്, ഇവിടെ 2 √3 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാ, 3 √3 എന്ന് കിട്ടും. ഈ 3 √3 എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, 6നോട് ഈക്വൽ അല്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും എന്താണ്, ഇൻകറക്റ്റ് ആണ്. ഇതിൽ 2 ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്, ബിയും ഡിയും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഫൈനൽ കീ വന്ന സമയത്ത് എന്താ, ഇത് 2 ആൻസേഴ്സും എന്താ എഴുതിയവർക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. 2 ഓപ്ഷൻസും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദി ലൈൻ ജോയിനിങ് -1,4 ആൻഡ് 1,2. ക്വസ്റ്റ്യൻ വ്യക്തമായല്ലോ. അതായത് ഒരു രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. -1,4 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് 1,2. ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എന്തുണ്ടാക്കുകയാണ്, ഒരു ലൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലൈനിലെ പോയിന്റ് ആവാൻ സാധ്യതയുള്ളത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. വ്യക്തമായല്ലോ. 2 പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിലെ പോയിന്റ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് മീൻസ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 2 പോയിൻറ്റ്സ്, ഒന്ന് -1 4, ബി എന്ന് പറയുന്ന പോയിൻറ്റ് 1,2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റ് P(x, y) എന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യാനുള്ളത്? ആദ്യം ഒരേ ലൈനിലാണെങ്കിൽ അതിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏത് 2 പോയിൻറ്റ്സുകൾ തമ്മിൽ നമ്മൾ സ്ലോപ്പ് ഫൈൻഡ് ചെയ്ത് നോക്കിയാലും ആ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യുന്നു. അതായത് AB എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ 2 പോയിൻറ്റ്സിന് ഇടയിലുള്ള സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 2 പോയിൻറ്റ്സിൽ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയിൻറ്റ്സ് x1 y1 ആൻഡ് x2 y2 എന്നാണെങ്കിൽ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ്. ഓക്കെ, y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇതിന് പകരം വേണമെങ്കിൽ y1 മൈനസ് y2 എന്ന് എടുക്കാം. പക്ഷേ ഡിനോമിനേറ്ററിൽ x1 മൈനസ് x2 എന്ന് എടുക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് സ്ലോപ്പിൻ്റെ ഫോർമുല, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2 പോയിൻറ്റ്സുകൾ x1 y1 x2 y2 എന്ന് പറയുന്ന ഈ 2 പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? AB എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യണം. അതിനായിട്ട് y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുക, 2ൻ്റെയും 4ൻ്റെയും ഡിഫറൻസ്. അതാണ് 2 മൈനസ് 4 ന്യൂമറേറ്ററിൽ കൊടുക്കുന്നു. ഡിനോമിനേറ്ററിൽ ആണെങ്കിലോ x2 മൈനസ് x1, അതായത് x കോർഡിനേറ്റിലെ ഡിഫറൻസ് ആണ്. ഇവിടെ 1 ആണ് x കോർഡിനേറ്റ്, ഇവിടെ ആണെങ്കിൽ -1 ആണ്. അപ്പോൾ 1 മൈനസ് -1 വരും. ന്യൂമറേറ്ററിൽ 2 മൈനസ് 4 എന്ന് പറയുന്നത് -2 ആണ്. ഡിനോമിനേറ്ററിൽ 1 മൈനസ് -1 ദാറ്റ് ഈസ് +2 എന്നാകും. -2/2 ഈക്വൽ ടു -1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ AB എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പ് -1 എന്നാണ് കിട്ടിയത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻസിലെ ഓരോ പോയിന്റുകളായിട്ട് എടുക്കുക. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്നതിൽ രണ്ടിലേതെങ്കിലും ഒരു പോയിൻറ്റും ഓപ്ഷനിലുള്ള പോയിൻറ്റും ആയിട്ട് നമ്മൾ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അത് AB-യുടെ സ്ലോപ്പ് അതായത് -1 ഈക്വൽ ആവുന്നത് ഏത് പോയിന്റിലാണ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ എടുക്കുന്നു. ആദ്യത്തെ ഓപ്ഷനിലുള്ള പോയിന്റ് ഏതാണ്? 1 -1 ആണ്. അപ്പോൾ ഞാനിവിടെ A എന്ന പോയിന്റുമായിട്ടാണ് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ B ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ Aയും AP എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അതിന് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ലോപ്പ് ഫൈൻഡിന് ഇത്രയേ ഉള്ളൂ, y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏത് പോയിന്റിൽ y കോർഡിനേറ്റ് ആണോ ആദ്യം എടുക്കുന്നത് അതേ പോയിന്റിൽ x കോർഡിനേറ്റ് തന്നെ വേണം ആദ്യം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പ്ലസ് മൈനസിൻ്റെ ചെറിയ ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, സ്ലോപ്പ് ഓഫ് AP ആണ്. അതിനായിട്ട് y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നോക്കൂ, -1 -4. ഓക്കെ, y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുത്തു. ഇനി x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 -1. ഇങ്ങനെ ആദ്യം ഏത് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ്, പിന്നെ അതുപോലെ എന്താണ് ആദ്യം ഏത് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അതേ പോയിന്റിൽ നിന്ന് തന്നെ വേണം x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് ന്യൂമറേറ്ററിൽ -5ഉം ഡിനോമിനേറ്ററിൽ 1 -1 ദാറ്റ് ഈസ് +2 എന്ന് കിട്ടും. -5/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇത് -1 AB-യുടെ സ്ലോപ്പായ -1 ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു പോയിന്റ് 1, എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന 2 പോയിന്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലുള്ള പോയിന്റ് അല്ല. ഓക്കെ, സെയിം ലൈനിലുള്ള പോയിന്റുകൾക്ക് എന്താ പ്രത്യേകത? സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈക്വൽ ആയിട്ട് വന്നിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ എടുക്കാം. അടുത്ത ഓപ്ഷൻ B ഏതാണ്? 3,1 എന്ന പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ AP എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാം. അതിനായിട്ട് y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 -4 ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് 3 -1. അങ്ങനെ ന്യൂമറേറ്ററിൽ -3ഉം ഡിനോമിനേറ്ററിൽ +4ഉം കിട്ടിയിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും എന്തല്ല? നോട്ട് ഓൺ ദി ലൈൻ ജോയിനിങ് AB. ഓക്കെ, 3,1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയില്ല. AB എന്ന് പറയുന്ന ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ വരുന്നില്ല. ദെൻ അടുത്തത് ഓപ്ഷൻ C ആണ്. 2,1 എന്നാണ് ഓപ്ഷനിൽ
ഓപ്ഷൻ സിയിൽ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, സ്ലോപ്പ് ഓഫ് എ പി ഫൈൻഡ് ചെയ്യാം. വൈ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 - 4 ഡിവൈഡഡ് ബൈ 2 - -1. 1 - 4 എന്ന് പറഞ്ഞാൽ -3 ആണ്. 2 - -1 എന്ന് പറഞ്ഞാൽ +3 ആണ്. -3/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് -1. ഓക്കെ, അപ്പോൾ ഇത് എ ബി എന്ന പോയിന്റിലെ എ ബി എന്ന ലൈനിൻ്റെ സ്ലോപ്പിനോട് ഈക്വൽ ആണ് അല്ലേ, -1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ 2, 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, എ ബി എന്ന് പറയുന്ന പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈനിൽ ഉള്ള പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എ ബി സി ഡി ഈസ് എ ട്രപ്പേസിയം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ സി ഡി ഈസ് 4 square centimeters and the area of the triangle OAB is 9 square centimeter. Then area of the trapezium ABCD equal to dash square centimeters. ക്വസ്റ്റ്യൻ വ്യക്തമായല്ലോ. എ ബി സി ഡി എന്ന് പറയുന്നത് ട്രപ്പേസിയം ആണ്. അതിൽ ഒ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ 4ഉം അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ട്രയാങ്കിൾ ഒ എ ബിയുടെ ഏരിയ എന്ന് പറയുന്നത് 9 square centimeters ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ട്രപ്പേസിയം എ ബി സി ഡിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. If the areas of the two triangles formed by the parallel sides are A and B, then അതായത് ഇവിടെ ഈ ഒരു ട്രപ്പേസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് ഉണ്ട്. ഇതാണ് പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത്. ഈ പാരലൽ സൈഡ്സ് ഫോം ചെയ്യുന്ന പാരലൽ സൈഡ്സ് ഫോം ചെയ്യുന്ന 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ എയും ബിയും എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ട്രപ്പേസിയത്തിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷനാണ് √A + √B ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ട്രപ്പേസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, അത് നമ്മൾ നീട്ടി വരച്ചാലും പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്, ആ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്താലും ഒരിക്കലും അവ എന്താവില്ല, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യില്ല അല്ലേ. അത്തരത്തിലുള്ള ലൈൻസിനാണ് എന്ത് പറയുന്നത്, പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് പാരലൽ സൈഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് പാരലൽ ആവില്ല. അപ്പോൾ പാരലൽ സൈഡ്സ് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ എ ബി എന്നതാണ് പാരലൽ സൈഡ്സ് ഫോം ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്കിൽ ട്രപ്പേസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √A + √B ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് 4 square centimeterഉം പിന്നെ ബി എന്ന് പറയുന്നത് 9 square centimeters ആണ്. അങ്ങനെയാണെങ്കിൽ √A + √B ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √4 + √9 ഹോൾ സ്ക്വയർ വരും. √4 എന്ന് പറയുന്നത് 2 ആണ്, √9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 + 3 ദി ഹോൾ സ്ക്വയർ വരും. 2 + 3 5 ആണ്. 5 square 25 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ട്രപ്പേസിയത്തിൻ്റെ ഏരിയ 25. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. P of x is a second degree polynomial. P of 2 equal to 6, P of 1 equal to P of -1, then P of -2 equal to. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. P of x എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്? നോക്കിക്കോളൂ. A × x² + bx + c. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിന് എത്ര ടേംസ് ഉണ്ടാവും? 2 + 1 3 ടേംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാലോ 3 + 1 4 ടേംസ് ഉണ്ടായിരിക്കും. ഓക്കെ, കോൺസ്റ്റൻറ്റ് ടേംസ് 4 കോൺസ്റ്റൻറ്റ് ടേംസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ P of x = ax² + bx + c. ഇനി ഇവിടെ ഇതിൽ P of 1 = P of -1 എന്ന് തന്നിട്ടില്ലേ? ഓക്കെ, അപ്പോൾ P of 1 = P of -1 എടുക്കാം. P of 1 എന്ന് പറഞ്ഞാൽ ഈ P of xൽ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? x² എന്ന് പറയുന്നത് 1 ആവും, x എന്ന് പറയുന്നത് 1. അപ്പോൾ a + b + c എന്നാവില്ലേ? ഓക്കെ, P of 1 എന്ന് പറയുന്നത് a + b + c എന്നാകും. ഇനി P of -1 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സിന് പകരം -1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ -1² എന്ന് പറഞ്ഞാൽ അത് +1 ആയി. ഇവിടെ ഒരു മൈനസ് വരും അല്ലേ. അപ്പോൾ ഈ ടേം എ ആയി. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് -b ആണ്. അടുത്ത ടേം c. അങ്ങനെ നമുക്ക് a - b + c എന്ന് റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് a നമുക്ക് ക്യാൻസൽ ചെയ്യാം, സിയും ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ബാലൻസ് ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ +bയും റൈറ്റ് സൈഡിൽ -bയും ആണ്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ b
മൈനസ് ബി എന്നുള്ള ലെഫ്റ്റിലോട്ട് വരുമ്പോൾ പ്ലസ് ബി ആകും. അങ്ങനെ ബി പ്ലസ് ബി 2b എന്നാകും. 2b ഈക്വൽ ടു 0. 2b ഈക്വൽ ടു 0 ഇംപ്ലൈസ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 1ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇവിടെ നിന്ന് നമുക്കൊരു പോയിൻറ്റിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് വാല്യൂ കിട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ, പി ഓഫ് 2 ഈക്വൽ ടു 6 എന്ന് തന്നിട്ടില്ലേ? ഓക്കെ, പി ഓഫ് 2 ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഫൈൻഡ് ചെയ്യാം. പി ഓഫ് 2 ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ 2 സ്ക്വയർ 4a. ഓക്കെ, ഫസ്റ്റ് ടേം 4a, സെക്കൻഡ് ടേം എക്സിന് 2 കൊടുക്കുമ്പോൾ 2b എന്നാകും പ്ലസ് സി. ഓക്കെ, അപ്പോൾ 4a പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു 6 എന്നാണ് നമുക്ക് പി ഓഫ് 2 ഈക്വൽ ടു 6ൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ബിയുടെ വാല്യൂ 0 എന്ന് നമുക്ക് നേരത്തെ കിട്ടിയില്ലേ, ബി ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടില്ലേ? ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ബിക്ക് 0 കൊടുക്കുമ്പോൾ 4a പ്ലസ് സി ഈക്വൽ ടു 6 എന്നാകും. ഓക്കെ, 4a പ്ലസ് സി ഈക്വൽ ടു 6. ഇനി ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് -2 അല്ലേ? ഓക്കെ, അപ്പോൾ പി ഓഫ് -2 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സിന് പകരം -2 കൊടുക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ടേം -2 സ്ക്വയർ എന്നുള്ളത് എന്തായി, 4 തന്നെ. അപ്പോൾ 4a എന്ന് വന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് -2b എന്ന് കിട്ടും. പ്ലസ് സി ഈക്വൽ ടു എന്താ വരുന്നത്, ഇതിൽ ബിയുടെ വാല്യൂ 0 ആണല്ലോ. അപ്പോൾ ബി 0 ആവുന്ന കേസിൽ നമുക്ക് ബാലൻസ് 4a പ്ലസ് സി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പി ഓഫ് 2. ഓക്കെ, പി ഓഫ് 2ൻ്റെ വാല്യൂ 6 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പി ഓഫ് 2 നമുക്കിവിടെ 4a പ്ലസ് സി കിട്ടിയില്ലേ? ഓക്കെ, പി ഓഫ് -2 എന്ന് പറയുന്നതും ബി 0 ആയതുകൊണ്ട് 4a പ്ലസ് സി എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 4a പ്ലസ് സി 6 ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും, 6 തന്നെ ആയിരിക്കും. ഓക്കെ, സംശയമില്ലല്ലോ. എയുടെയും സിയുടെയും വാല്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പക്ഷേ ഇവിടെ 4a പ്ലസ് സി ആയിരുന്നു പി ഓഫ് 2, നമുക്ക് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ബി ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ പി ഓഫ് 2 എന്ന് പറയുന്നത് 4a പ്ലസ് സി എന്നാണ് കിട്ടിയത്, വിച്ച് ഇസ് ഈക്വൽ ടു 6 ആയതുകൊണ്ട് തന്നെ പി ഓഫ് -2ൽ ബി 0 വരുന്ന സമയത്ത് 4a പ്ലസ് സി ആണ്, അതും എന്തായിരിക്കും, 6 ആയിരിക്കും. അങ്ങനെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദി ഹൈറ്റ് ഓഫ് എ വുഡൻ ക്യൂബ് ഈസ് 6 cm. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി ലാർജസ്റ്റ് സ്പിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്. ഇവിടെ എന്താ പറയുന്നത്, ഒരു ക്യൂബിൻ്റെ ഹൈറ്റ് അല്ലേ, ഒരു ക്യൂബിൻ്റെ ഹൈറ്റ് 6 cm എന്ന് പറഞ്ഞാൽ, ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡ്സിനും ഈക്വൽ ലെങ്ത് ആയിരിക്കും, അതല്ലേ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 6 cm ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ക്യൂബിൽ നിന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഓക്കെ, ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയൊരു സ്പിയർ, ഏറ്റവും വലിയ സ്പിയറിൻ്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫിഗർ മനസ്സിൽ വരുന്നുണ്ടോ? ഈ കാണിച്ചിരിക്കുന്നതാണ് ഫിഗർ, നോക്കിക്കോളൂ. കണ്ടോ, ഇതെന്ന് പറയുന്ന വലിയൊരു ക്യൂബാണ് അല്ലേ. ക്യൂബിൻ്റെ ഹൈറ്റ് 6 cm എന്ന് പറഞ്ഞാൽ അതെന്താ മീൻ ചെയ്യുന്നത്, അതിൻ്റെ ഓരോ സൈഡും അല്ലേ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 6 cm ആയിരിക്കും. എല്ലാ സൈഡും എത്ര സെൻറ്റിമീറ്റർ ആണ്, 6 cm ആണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗോളം, ഒരു സ്പിയർ അതിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സ്പിയറിൻ്റെ മെഷർമെൻറ്റ് അഥവാ സ്പിയറിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു സ്പിയർ നമുക്ക് ഇവിടെ നിന്ന് കാർവ് ചെയ്തെടുക്കണമെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഏതാ കിട്ടുന്നത്, ഇതിൻ്റെ എഡ്ജിന് ഈക്വൽ ആയിരിക്കില്ലേ, ഇതിൻ്റെ സൈഡിന് ഈക്വൽ ആയിരിക്കില്ല. അതായത് 6 cm വരുന്ന ഒരു സ്പിയറാണ് നമുക്ക് മാക്സിമം ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു ക്യൂബിൻ്റെ എഡ്ജസ്, ഇതിലെ ക്യൂബിൻ്റെ ഓരോ എഡ്ജസും 6 cm ആയതുകൊണ്ട് തന്നെ ഒരു 6 cm ഡയമീറ്റർ വരുന്ന, ഓക്കെ, 6 cm ഡയമീറ്റർ വരുന്ന ഒരു സ്പിയർ നമുക്കിതിൽ നിന്ന് മാക്സിമം കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ദി ലാർജസ്റ്റ് സ്പിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഫ്രം ദി ക്യൂബ് ഹാസ് ഡയമീറ്റർ ഈക്വൽ ടു സൈഡ് ഓഫ് ദി ക്യൂബ്. ഓക്കെ, സൈഡ് ഓഫ് ദി ക്യൂബ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 6 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഡയമീറ്റർ ആണ് 6 cm എങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയല്ലേ, റേഡിയസ് എത്രയാണ്, 3 cm ആണ്. ഇനി ക്യൂബിൻ്റെ വോളിയം ഫൈൻഡ് ചെയ്യാലോ. അതിനുള്ള ഇക്വേഷൻ എന്താ, 4/3 πr ക്യൂബാണ് ഒരു ക്യൂബിൻ്റെ വോളിയം ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ, 4/3 πr ക്യൂബ്. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/3 × π × റേഡിയസ് എത്രയാണ്, 3 cm ആണ്. അപ്പോൾ അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 ക്യൂബ് ഉണ്ട് അല്ലേ, അപ്പോൾ ഇതിൽ ഒരു 3യും ഇവിടെ നിന്ന് ഒരു 3യും കട്ട് ചെയ്ത് കളയാം. ബാലൻസ് 3 സ്ക്വയർ ഉണ്ട്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 4 36 ആണ്. അങ്ങനെ 36 π എന്ന് ആൻസർ കിട്ടും.
ഓക്കെ, 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദി ട്രയാങ്കിൾ ഇൻ ദി ഫിഗർ ഈസ് വൺ ലാറ്ററൽ ഫേസ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്. പി ക്യു ഈക്വൽ ടു പി ആർ ഈക്വൽ ടു 17 സെൻറ്റിമീറ്റർ, ക്യു ആർ ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. ഇറ്റ്സ് സ്ലാൻഡ് ഹൈറ്റ് ഈസ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ ഫേസ് ആണ്. ഓക്കെ, ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ ഫേസ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പിന്നെ അതിന് 2 സൈഡ്സ് തന്നിട്ടുണ്ട്. പി ക്യു പി ആർ എന്ന് പറയുന്ന സൈഡിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്, 17 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൽ ക്യു ആർ എന്ന് പറയുന്ന സൈഡാണെങ്കിൽ 16 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് സ്ലാൻഡ് ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ പിരമിഡ് എങ്ങനെ വരും, അത് ഓപ്പൺ ചെയ്തത് ഫിഗറെല്ലാം നോക്കാം. ഇതാണ് കേട്ടോ ഒരു സ്ക്വയർ പിരമിഡ്. അതിൻ്റെ ബേസ് കണ്ടോ, ബേസ് എന്താണ്, ഒരു സ്ക്വയർ ആണ്. ദെൻ പിരമിഡ് ഷേപ്പ് അല്ലേ. അതിൻ്റെ ഓരോ സൈഡിലായിട്ട് എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? 4 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്ക്വയർ പിരമിഡിനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫിഗറാണ് കിട്ടുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ എഡ്ജാണ്. അതുപോലെ ഇ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ എഡ്ജാണ്. ഓക്കെ, പിന്നെ എൽ എന്ന് പറയുന്നത് കേട്ടോ സ്ലാൻഡ് ഹൈറ്റ്. ഈ ഒരു ഹൈറ്റാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ. 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ആണ് എന്തെന്ന് പറയുന്നത് ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ 2 സൈഡും എത്ര തന്നിട്ടുണ്ട്? 17 സെൻറ്റിമീറ്റേഴ്സ് വീതം തന്നിട്ടുണ്ട്. അതുപോലെ ക്യു ആർ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എത്രയാണ്? 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് ഇതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഹൈപ്പോട്ടനീസ് ആയിട്ട് വരുന്നത് 17 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഈ ഒരു ഹൈറ്റാണ്. ഓക്കെ, ഇതിന് സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഹൈപ്പോട്ടനീസിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടനീസ് സ്ക്വയർ ദാറ്റ് ഈസ് 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ആണ്. 17ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. ഓക്കെ, അപ്പോൾ 289 മൈനസ് 64 ചെയ്തപ്പോൾ 225 എന്ന് കിട്ടിയിട്ടുണ്ട്. 225 എന്ന് പറയുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു സ്ക്വയർ പിരമിഡാണ്. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. ഇതിന് അതുപോലെ അതിൻ്റെ വശങ്ങളിലായിട്ട് 4 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. ഈ 4 ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ അതിനെയാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും വ്യക്തമായല്ലോ? ആൻസർ ഓപ്ഷൻ എ 15 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 5y സ്ക്വയർ പ്ലസ് 5x മൈനസ് 6y പ്ലസ് 4 ഈക്വൽ ടു 0 ഈസ് ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. അപ്പോൾ തന്നിരിക്കുന്ന ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി സർക്കിൾ ആൻഡ് എക്സ് ആക്സിസ് ഈസ്. അതായത് ഈ ഒരു സർക്കിൾ എക്സ് ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സർക്കിൾ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എക്സ് ആക്സിസിലെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വൈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷനിൽ വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ് മാത്രമുള്ളൊരു ഇക്വേഷൻ കിട്ടും അല്ലേ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുന്നത്. അതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? തന്നിരിക്കുന്നത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി സർക്കിൾ ആൻഡ് എക്സ് ആക്സിസ്. അതായത് ഈ ഒരു സർക്കിൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. എം എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. തന്നിരിക്കുന്ന ഈ സർക്കിളിൻ്റെ ഇക്വേഷനിൽ വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്.
എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 ഈക്വൽ ടു 0നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. അതായത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു -1, എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു -4. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് കണ്ടെത്തുക? അല്ലെങ്കിൽ നമുക്ക് -b + ഒരു -√(b²- 4ac/2a) എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്കിതിൽ നിന്ന് എങ്ങനെ എക്സിന് വാല്യൂ അസ്യൂം ചെയ്യാം അല്ലേ? അതെങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ x² മൈനസ് സം ഓഫ് റൂട്ട്സ്. ഓക്കെ, സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ്, സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ഓക്കെ, പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ജനറൽ ഫോർമാറ്റ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഓക്കെ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താണോ അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ് സം എന്ന് പറയുന്നത്. അതായത് -5 ആണ് സം ആയിട്ട് വരേണ്ടത്. ഓക്കെ, -5 സം എന്ന് പറയുന്നത് എത്ര കിട്ടണം? -5 കിട്ടണം. സം ഈക്വൽ ടു -5ഉം അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കോൺസ്റ്റൻറ്റ് ടേം 4. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, സമ്മ് -5ഉം പ്രോഡക്റ്റ് 4ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1ഉം -4ഉം എടുക്കുന്ന സമയത്ത് സമ്മ് -5 വരുന്നില്ലേ? അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? -1ഉം -4ഉം. ഓക്കെ, -1 -4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് -1ഉം -4. അപ്പോൾ പോയിൻറ്റ്സ് y എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ -1, 0യും അതിൽ -4, 0 ആണ് ഈ ഒരു സർക്കിൾ, തന്നിരിക്കുന്ന സർക്കിൾ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഈ ഒരു സർക്കിൾ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ y കോർഡിനേറ്റ് 0 ആണ്. അതായത് y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താണ് കിട്ടുന്നത്? അതിനെ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് y കോർഡിനേറ്റിലാണ്, y ആക്സിസിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കുക? അവിടെ x എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 0.333 എക്സെട്ര ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏത് ഡിജിറ്റാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 9ഉം. ഓക്കെ, മനസ്സിലായല്ലോ? പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഫോർമാറ്റ് ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്ന ഡിജിറ്റും ഡിനോമിനേറ്ററിൽ എപ്പോഴും 9 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന 0.333 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? 3/9. ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 9 എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 3/9 ആണ്. ഇനി 0.333 ഹോൾ സ്ക്വയർ ആണെങ്കിലോ? അപ്പോൾ ഇവയ്ക്ക് സ്ക്വയർ കൊടുക്കണം അല്ലേ? 3/9 സ്ക്വയർ ചെയ്യണം. 3/9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 3/9 ക്യാൻസൽ ചെയ്താൽ 1/3 എന്ന് കിട്ടും. 1/3ക്ക് സ്ക്വയർ കൊടുത്താൽ 1/9 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 0.333 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9 ആണ്. 0.111 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? 1/9 ആണ്. ഓക്കെ, 0.222 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താ? 2/9 വരും. 0.666 എക്സെട്ര എന്ന് പറഞ്ഞാൽ 6/9ഉം 0.99 എക്സെട്ര എന്ന് പറഞ്ഞാൽ 9/9. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? 0.111 എക്സെട്ര എന്ന് പറഞ്ഞാൽ 1/9 ആണ്. നമുക്ക് 0.333 ഹോൾ സ്ക്വയർ ചെയ്തപ്പോൾ 1/9 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിജിറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓൾവേസ് 9 ആയിരിക്കും. ഇനി പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിലോ? അതായത് 0.131313 എക്സെട്ര എന്നാണ് വരുന്നതെങ്കിൽ 13 ഡിവൈഡഡ് ബൈ 999 എഴുതണം. ഓക്കെ, എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും 9 എഴുതുക. ഇവിടെ 2 ഡിജിറ്റുകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴത്ത് 999 എഴുതണം കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ലെസ് ദാൻ ദി സം ഓഫ് ഇറ്റ്സ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ദി പോളിഗൺ ഈസ്. ഓക്കെ, അപ്പോൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 3ൽ കൂടുതൽ സൈഡ്സ് വരുന്ന, 3 അല്ലെങ്കിൽ അതിലധികമോ സൈഡ് വരുന്ന രൂപങ്ങളെയാണ് എന്ത് പറയുന്നത്?
പോളിഗൺ എന്ന് പറയുന്നത്. ഓക്കെ, 3ൽ കൂടുതൽ സൈഡ്സ് വരുന്ന ഫിഗേഴ്സ്. 3 സൈഡ്സ് വരുന്ന ഏതാണ്? ട്രയാങ്കിൾ വരും. 4 സൈഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററലാണ്. 5 സൈഡ് എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ ആണ്. അങ്ങനെ ഇതൊക്കെ എന്താണ്? പോളിഗണിന് എക്സാമ്പിളാണ് അല്ലേ. ഇനി ഈ പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ്. ഓക്കെ, പോളിഗൺസിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിനേക്കാൾ ലെസ് ആണ്. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ദി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണെങ്കിൽ ആ പോളിഗൺ ഏത് ടൈപ്പ് പോളിഗൺ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് ഓൾവേസ് 360. എത്ര സൈഡ് വരുന്ന പോളിഗൺ എടുത്താലും, ഇനി 12 സൈഡ്, 30 സൈഡ്, 50 സൈഡ്, എത്ര സൈഡ് വരുന്ന ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ എക്സ്റ്റീരിയർ ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സർക്കിളിൻ്റെ ആംഗിളാണ് കിട്ടുന്നത്. അത് 360 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഏതൊരു പോളിഗൺ എടുത്താലും അവയുടെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. ഇനി സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? n-2 × 180. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? n-2 × 180 ആണ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. n-2 × 180. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ലെസ് ദാൻ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അതായത് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് n-2 × 180 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 360. ഓക്കെ, n-2 × 180 ലെസ് ദാൻ 360. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അതായത് 180 360 ക്യാൻസൽ ചെയ്യുന്നത് ഇവിടെ 2 വരും. അതായത് n-2 ലെസ് ദാൻ 2 എന്ന് കിട്ടും. ഓക്കെ, ഈ -2നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ റൈറ്റ് സൈഡിൽ 4 വരില്ല. അതായത് n ലെസ് ദാൻ 4 എന്നാവില്ലേ? n ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസ് ഏതെടുക്കാം? 4നേക്കാൾ ലെസ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ പോളിഗൺ ആവണമെങ്കിൽ മിനിമം നമുക്ക് എത്ര സൈഡ് വേണം? 3 സൈഡ് വേണം. അപ്പോൾ n=3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. n=3 ആണെങ്കിൽ പോളിഗൺ ഏതാണ്? ട്രയാങ്കിൾ ആണ്. ഓക്കെ, n=3 എന്ന് പറഞ്ഞാൽ പോളിഗൺ ട്രയാങ്കിൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ 2026 ഫെബ്രുവരി മന്തിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 1 ആണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യൻസ് നോക്കാം. താങ്ക്